ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ SSLC +2 2026 എന്താണ് നമ്മുടെ പബ്ലിക് എക്സാം എല്ലാം നമുക്ക് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ എല്ലാവരും റിസൾട്ടിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ എന്തായാലും അതിനുശേഷം നമുക്ക് എന്തായാലും വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ റിസൾട്ട് വരാൻ എന്തായാലും നെക്സ്റ്റ് മന്ത് എടുക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 3rd വീക്ക് ഒക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ റിസൾട്ട് വരുന്നുണ്ടാവുക. അതായത് എന്തായാലും കുറച്ച് വൈകി തന്നെയായിരിക്കും റിസൾട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലെടുത്ത് നോക്കുമ്പോഴായാലും റിസൾട്ട് കുറച്ച് വൈകിയാണ് വരുന്നത്. അതായത് ഈ ഒരു മെയ് അവസാനമൊക്കെ ആവുന്ന ടൈമിലാണ് വരുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓർഡർ എങ്ങനെയായിരിക്കും. ആദ്യം SSLC-കാർക്കായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ SSLC-കാർക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ട് പിറ്റെന്നോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ +2-കാർക്കും റിസൾട്ട് വരും. പിന്നെ +1-കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ +1-ൻ്റെ റിസൾട്ട് വരുന്നത് കുറച്ച് വൈകിയായിരിക്കും കേട്ടോ വരുന്നത്. ഓക്കെ, അത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നുണ്ടാവുക. യൂഷ്വലി അങ്ങനെയൊക്കെയാണ്. സോ എന്തായാലും നമുക്ക് കുറച്ച് വൈകിയൊക്കെ തന്നെയായിരിക്കും റിസൾട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇനിയിപ്പോൾ റിസൾട്ടിനെ പറ്റി കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക, എന്തായി എങ്ങനെയായി എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് സൈഡാക്കി വയ്ക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെക്സ്റ്റ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ SSLC-കാരാണെങ്കിൽ നെക്സ്റ്റ് ഏത് വിഷയമാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. +2-കാരാണെങ്കിൽ അതിനേക്കാളും പ്രധാനമായിട്ട് പറയണം. +2-കാരാണെങ്കിൽ നെക്സ്റ്റ് ഒരുപാട് കോഴ്സുകളാണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതിലേത് ഞാൻ എടുക്കണം, ഇതിലേതായിരിക്കും എനിക്ക് പറ്റുന്നുണ്ടാവുക, ഏതായിരിക്കും നല്ല രീതിയിൽ എനിക്ക് കരിയർ ഉണ്ടാക്കി തരുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് മാക്സിമം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് വയ്ക്കുക. ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. ഈ ഒരു ടൈമാണ് നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും നടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു ചാനലിൽ ഹ്യൂമാനിറ്റീസ് കഫേ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഇനി നമ്മൾ ഈ കോഴ്സ് സെലക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് SSLC-കാർക്കായിക്കോട്ടെ +2-കാർക്കായിക്കോട്ടെ ഒക്കെ നിങ്ങൾക്കിനി ഏതൊക്കെ നല്ല നല്ല കോഴ്സുകൾ പരിചയപ്പെടുത്തിയും അതുപോലെ തന്നെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള വീഡിയോസ്. പിന്നെ അതോടൊപ്പം തന്നെ BA BSc BCom പോകുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഡിഗ്രിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതും എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം ഡിഗ്രി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 4 വർഷമാണ് ഡിഗ്രി വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പ്രകാരം ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിവേ, നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ള കാര്യം, റിസൾട്ട് എന്തായാലും നമുക്ക് വരും. അത് കുറച്ച് വൈകിയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ടൈം ഉണ്ടല്ലോ, നെക്സ്റ്റ് മന്ത് അല്ലേ വരുള്ളൂ റിസൾട്ട് എന്നല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ്. സോ ഈ ഒരു ടൈം നിങ്ങൾ കോഴ്സ് നെക്സ്റ്റ് ഏത് നിങ്ങൾ പഠിക്കണം ഓക്കെ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.